രാജ്യത്ത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. നാളെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് മുൻപായി പരമാവധി വോട്ടുകൾ വെട്ടിയിലാക്കാനുള്ള ശ്രമം മുന്നണികൾ തുടരുകയാണ്. ശനിയാഴ്ചയാണ് 7ാം ഘട്ട തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കം 57 മണ്ഡലങ്ങളിലാണ് ജനങ്ങൾ വിധിയെഴുതുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഇപ്പോൾ സൂചിപ്പിച്ചതിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലം അടക്കം ജനവിധി എഴുതാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പുമാണ്. എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ? ഒപ്പം തന്നെ പ്രചാരണം എത്രത്തോളം ആവേശത്തിൽ ഉച്ചസ്ഥായിലെത്തിയിട്ടുണ്ട്? ശനിയാഴ്ച 1-ാം തീയതി അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വലിയ ആവേശങ്ങൾ, വലിയ പ്രചരണങ്ങളാണ് പ്രധാനമായും ഇരുമുന്നണികളും സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഇതിൽ പ്രധാനമന്ത്രിയുടെ വാരണാസി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വാരണാസിയിൽ ഇക്കുറി പ്രധാനമന്ത്രിയുടെ എത്രമാത്രം അദ്ദേഹം വോട്ട് നേടുമെന്നുള്ളത് മാത്രമാണ് ഈ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ 4,45,000-ത്തിലധികം ഭൂരിപക്ഷമായിരുന്നു പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇത്തവണ അത് 7 ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP അവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി അവിടെ റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല നിലവിലെ ഒരു സാഹചര്യം അത് 7 ലക്ഷത്തോട് അടുത്ത് തന്നെ ഭൂരിപക്ഷം ലഭിക്കുവാൻ ഉതകുന്ന രീതിയിലാണ് എന്നുള്ളതാണ് ഉത്തർപ്രദേശിൻ്റെ BJP നേതൃത്വവും വിലയിരുത്തുന്നത്. ഈ വാരണാസിയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ സാഹചര്യങ്ങളല്ല നിലനിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള സാഹചര്യങ്ങളല്ല. സ്വാഭാവികമായും അവിടെ 7 ലക്ഷമല്ല അതിനപ്പുറത്തേക്ക് വോട്ടുകൾ നേടുവാനുള്ള അവസരം പ്രധാനമന്ത്രിക്കുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ SP കോൺഗ്രസ് സഖ്യം അവിടെ വളരെ ദുർബലമായി നിൽക്കുന്നു. അവിടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് റായിയാണ് അവിടെ മത്സരിക്കുന്നത്. ഒരു തവണ BJPയിൽ ഉണ്ടായിരുന്ന അജയ് റായ് പിന്നീട് SP-യിലേക്കും അവിടെ നിന്നും കോൺഗ്രസിലേക്കും എത്തിയാണ് ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണയും അവിടെ അജയ് റായ് മത്സരിച്ചെങ്കിലും അവിടെ 1,95,000 വോട്ടുകൾ മാത്രമാണ് അജയ് റായ്ക്ക് നേടാൻ കഴിഞ്ഞത്. അന്ന് അവിടെ SP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ SP-യും കോൺഗ്രസും ഒന്നിച്ചാണ് വാരണാസിയിൽ മാത്രമല്ല ഉത്തർപ്രദേശിൽ മുഴുവൻ മത്സരിക്കുന്നത്. അതിനാൽ തന്നെ അവിടെ എത്ര വോട്ടുകൾ പ്രതിപക്ഷം നേടുമെന്നുള്ളതാണ് പ്രധാനം. പ്രതിപക്ഷവും അവിടെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണപക്ഷത്തിൻ്റെ ന്യൂനതകൾ ഒന്നും തന്നെ എടുത്തു കാട്ടാനില്ലെങ്കിൽ കൂടിയും രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രചരണ തന്ത്രത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ 1-ാം തീയതി വോട്ട് നടക്കാൻ പോകുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ഈ മുഴുവൻ മണ്ഡലങ്ങളിലും ഭൂരിഭാഗവും നിലവിൽ BJPക്ക് ഒപ്പം നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങൾ, ഈ 13 മണ്ഡലങ്ങളിലും ഭൂരിഭാഗവും BJPക്ക് ഒപ്പം നിൽക്കുന്നതാണ്. മാത്രമല്ല ഹിന്ദു വികാരം കൂടുതലുള്ള പൂർവാഞ്ചൽ ഒരു മേഖലയിൽപ്പെട്ട മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. സ്വാഭാവികമായും ഗോരഖ്പൂരിൽ രവികിഷൻ മത്സരിക്കുന്നു. രവികിഷൻ അവിടുത്തെ സിറ്റിംഗ് MP ആണ്. അവിടെയും കൂടുതൽ ക്ഷേത്രനഗരി എന്ന് ഈ വാരണാസി കഴിഞ്ഞാൽ ക്ഷേത്രനഗരിയായി അറിയപ്പെടുന്ന ഗോരഖ്പൂർ, മാത്രമല്ല ഉത്തർപ്രദേശിൻ്റെ പ്രധാന ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ ഗോരഖ്പൂർ മണ്ഡലത്തിൽ അവിടെ ഇപ്പോൾ രവികിഷന് ഇതിപ്പോൾ 3-ാം തവണയാകും വിജയം. അവിടെയും കഴിഞ്ഞ തവണ 3 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അവിടെ രവികിഷൻ ഗോരഖ്പൂരിൽ മണ്ഡലം പിടിച്ചു നിർത്തിയത്. ഇത്തവണ അത് കൂടുതൽ വർദ്ധിക്കുമെന്നുള്ളതാണ്. യോഗിയുടെ മണ്ണാണ് ഗോരഖ്പൂർ. സ്വാഭാവികമായും ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യവും മാത്രമല്ല കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒക്കെ ഈ ന്യൂനപക്ഷ പ്രീണനവും ഒക്കെ തന്നെ ഇത് അവിടെ BJPക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. അവിടെയും ഗോരഖ്പൂരിലും വലിയ വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം പഞ്ചാബിലേക്ക് വരുമ്പോൾ പഞ്ചാബിലെയും 13 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പഞ്ചാബിൽ അവിടെ BJP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സഖ്യത്തിലും ഉൾപ്പെടാതെയാണ് BJP മത്സരിക്കുന്നത്. പ്രധാന പാർട്ടികൾ സഖ്യമിതല്ലാതെ മത്സരിക്കുന്ന ചതുഷ്കോണ മത്സരം പഞ്ചാബിൽ നടക്കുന്നു. അത് ഏറ്റവും നോക്കിക്കാണേണ്ടത് നമ്മൾ ഈ കോൺഗ്രസും ആപ്പും ഡൽഹിയിൽ കൈകോർത്തതിന് ശേഷം പഞ്ചാബിൽ പരസ്പരം പോരടിക്കുന്നു എന്നുള്ളതാണ്. ആപ്പിന് അഭിമാന പോരാട്ടം, കോൺഗ്രസിന് അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം, അങ്ങനെ നോക്കിക്കാണണം. പക്ഷേ ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയൊക്കെ പഞ്ചാബിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്ന ഈ മുന്നണിയുടെ ഐക്യം അതിനെ എങ്ങനെ വിലയിരുത്തും ജനങ്ങൾ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മുന്നണി രൂപീകരണം മുതൽ തന്നെ പരസ്പരം പോരടിച്ച് പാർട്ടികൾ നിൽക്കുന്ന കാഴ്ചയായിരുന്നു. ഒടുവിലായി നിതീഷ് കുമാറും അതേപോലെ തന്നെ മമതാ ബാനർജിയും ഒക്കെ തന്നെ സഖ്യമിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ ഡൽഹിയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചായിരുന്നു മത്സരിച്ചത്. 7 മണ്ഡലങ്ങളിൽ 4 ആം ആദ്മിയും അതേപോലെ തന്നെ 3 കോൺഗ്രസും സീറ്റ് വിഭജിച്ച് പങ്കുവെച്ചായിരുന്നു അവർ മത്സരിച്ചത്. അതേസമയം പഞ്ചാബിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഈ ആം ആദ്മി സർക്കാരിൻ്റെ ഓരോ
പരാജയങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഏറ്റവും ഒടുവിലായി അവിടുത്തെ ഒരു മന്ത്രിയുടെ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വീഡിയോ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടിയെ തൻ്റെ നഗ്നദൃശ്യം കാണിച്ചു എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ഇതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് പഞ്ചാബിൽ കാണുന്നത്. അവിടെ BJPയും ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ അകാലിദളുമായി അവിടെ സഖ്യത്തിലായിരുന്നുവെങ്കിലും ഇത്തവണ അവിടെ BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, ഒരു സഖ്യത്തിലും പങ്കെടുക്കാതെ മത്സരിക്കുന്നു. ഈ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെ ആകെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടുകളാകെ അവിടെ പഞ്ചാബിൽ ചർച്ചയാക്കുന്നു BJP എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ആം ആദ്മിയുടെയും രണ്ടിൻ്റെയും വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടുകളും അവിടെ BJP തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന നിലപാടുകൾ, അതേപോലെ തന്നെ കോൺഗ്രസ് പ്രീണനം രാഷ്ട്രീയം അവിടെ കൃത്യമായി തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ്. ഈ BJP ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 57 മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണം BJP കാഴ്ചവെക്കുന്നതൊക്കെ തന്നെ ഈ കോൺഗ്രസിൻ്റെ നിലപാടുകളെ തുറന്നു കാട്ടിക്കൊണ്ടാണ്. അത് പഞ്ചാബിൽ അത് കൂടുതലായി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മുഖ്യ പ്രതിപക്ഷം പഞ്ചാബിൽ കോൺഗ്രസ് ആണെങ്കിൽ കൂടിയും കോൺഗ്രസിനെതിരെ ഒരു വികാരം പഞ്ചാബിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മറ്റിടങ്ങളിൽ ആം ആദ്മിയുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം, അത് പഞ്ചാബിൽ സ്വാഭാവികമായും അവിടെ ഒരു പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷ ഒരു അന്തർധാര സജീവമാണ് എന്നുള്ള ചില രീതിയിൽ അല്ലെങ്കിൽ അത്തരം ചില ആക്ഷേപങ്ങൾ വളരെ പരക്കെ നിൽക്കുന്നു. ഇത് കൃത്യമായി തന്നെ മുതലെടുത്തുകൊണ്ട് BJPയും പ്രചരണത്തിൽ മുന്നേറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം മറ്റ് മണ്ഡലങ്ങൾ, പശ്ചിമ ബംഗാളിൽ 9 മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ 9 മണ്ഡലങ്ങൾ ഇതിൽ കൂടുതലും TMCയുടെ മണ്ഡലങ്ങളാണ്. പക്ഷേ ഇത്തവണ മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളൊന്നും തന്നെയല്ല. 2019-ലോ 14-ലോ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല പശ്ചിമ ബംഗാളിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് സന്ദേശ് ഖാലി വിഷയമടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP വലിയ രീതിയിൽ പ്രചരണത്തിൽ ഇതിനോടകം തന്നെ മുന്നേറി കഴിഞ്ഞു. ഏകപക്ഷീയമായ അക്രമം, പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനെതിരെ, ഹൈന്ദവ വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ, സന്ദേശ് ഖാലിയൊക്കെ തന്നെ രാജ്യം മുഴുവൻ ചർച്ചയായ വിഷയമാണ്. സ്വാഭാവികമായും ബംഗാളിലും അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ BJP അവിടെ വലിയ രീതിയിൽ ഭൂരിപക്ഷം ഉയർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അവിടെ പ്രചരണത്തിനെത്തിയിരുന്നു. ഇന്നും BJPയുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അവിടെ പ്രചരണത്തിനെത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒഡീഷയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒഡീഷയിലെ 8 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയും ബിജു ജനതാദളിനെതിരെയുള്ള ഒരു വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അത് വോട്ടായി മാറാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് 10-ാം തീയതി അവിടെ BJP സർക്കാർ ഒഡീഷയിൽ അധികാരമേൽക്കുമെന്നാണ്. അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ഒരു പ്രചരണമാണ് ഒഡീഷയിലും മുമ്പോട്ട് പോകുന്നത്. പിന്നെ ജാർഖണ്ഡിൽ 3 സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. ഈ 57 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും NDAയ്ക്ക് ഒപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതിനാൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് NDA സഖ്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കെ പരസ്യപ്രചാരണമൊക്കെ അവസാനിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ മുന്നണികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന മണ്ഡലങ്ങളുടെ വിലയിരുത്തലുകൾ അതാണ് നന്ദഗോപൻ നടത്തിക്കൊണ്ടിരുന്നത്.